2009 റോയൽ എൻഫീൽഡ് പുറത്തിറക്കിയ മോഡലാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക്. 350cc-യിലും 500cc-യിലും അവൈലബിൾ ആയിരുന്ന ക്ലാസിക് BS6 നോംസിലേക്ക് മാറിയപ്പോൾ 350cc-യിൽ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ 11 വർഷക്കാലമായി കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഈ മോഡൽ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരുന്നില്ല. എന്നാൽ BS6-ലേക്ക് മാറിയപ്പോൾ എടുത്തു പറയേണ്ട പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റീൽത്ത് ബ്ലാക്ക് കളർ ഓപ്ഷനോട് കൂടിയ ക്ലാസിക് 350 ആണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. എന്തെല്ലാമാണ് ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. മോട്ടോറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടിയുടെ മുന്നിൽ നിന്ന് നോക്കി തുടങ്ങുമ്പോൾ അത് തന്നെ ഹെഡ്ലാമ്പിൻ്റെ കാര്യം പറയാം. ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഹെഡ്ലാമ്പിന് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ കളറിന് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതൊക്കെ തന്നെ വന്നിരിക്കുന്നത്. മറ്റ് ഹെഡ്ലാമ്പ് യൂണിറ്റിന് കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. അകത്തൊരു പാർക്കിംഗ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലാമ്പിന് തൊട്ട് മുകളിലായിട്ട് 2 പൈരൽ ലാമ്പുകളും കൊടുത്തിരിക്കുന്നത് കാണാം. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം നോക്കിയാലും അതിലും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ പറയാനില്ല. ഹാലജൻ ബൾബ് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സിൽ ഇത്തവണയും വന്നിരിക്കുന്നത്. അതിന് പിറകിലായിട്ടൊരു മാറ്റ് ബ്ലാക്കിൻ്റെ ഫിനിഷ് തന്നെയാണ് വരുന്നത്. മറ്റ് കളർ ഓപ്ഷനുകളിൽ ക്രോം ഫിനിഷ് പഴയ ഒരു രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിന് പിറകിലായിട്ടും ഹെഡ്ലാമ്പിന് ചുറ്റുമായിട്ടൊക്കെ തന്നെ ക്രോം ഫിനിഷ് പഴയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റീൽത്ത് ബ്ലാക്ക് കളറിലും പിന്നെ ഇതുപോലെയുള്ള മറ്റ് 2-3 കളറിലും ഒക്കെയാണ് ഈ ഒരു മാറ്റ് ബ്ലാക്കിൻ്റെ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. മഡ് ഗാർഡിൻ്റെ ഡിസൈൻ നോക്കിയാലും അതിലും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പഴയ ആ ഒരു രീതിയിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് പോകുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്തായിട്ട് പുതുതായിട്ട് 2 റിഫ്ലക്ടറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ബുള്ളറ്റ് 350 റിവ്യൂ ചെയ്ത സമയത്ത് അത്തരത്തിലൊരു മാറ്റം വന്നിരുന്നത് കണ്ടതാണ്. ഇനി ഫ്രണ്ട് സസ്പെൻഷൻ്റെ കാര്യം നോക്കിയാൽ 35 mm ഡയമീറ്റർ ഫോർക്കോട് കൂടിയ ടെലസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. 130 mm ആണ് സസ്പെൻഷൻ്റെ ഒരു ട്രാവൽ പറയുന്നത്. ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റമാണ് സ്റ്റോക്കായിട്ട് അലോയ് വീൽസ് കൊണ്ടുവന്നു എന്നുള്ളത്. ഡുവൽ ചാനൽ ABS ഓപ്ഷൻസിൽ വരുന്ന ഒരു 4 കളർ ഓപ്ഷൻസിൻ്റെ കൂടെയാണ് ഈ ഒരു അലോയ് വീൽസ് സ്റ്റോക്കായിട്ട് വരുന്നത്. 9 സ്പോക്കിൻ്റെ അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് തന്നെ പറയാം. 19 ഇഞ്ചസിൻ്റെ വീൽസാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. 90 ആണ് ടയർ സൈസ്. MRFിൻ്റെ ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്പോക്ക് വീൽസ് ഓപ്ഷനോട് കൂടി വരുന്ന വണ്ടികളിൽ ട്യൂബ് ഉള്ള ടൈപ്പ് ടയറുകളാണ് വരുന്നത്. ബ്രേക്സിൻ്റെ കാര്യം നോക്കിയാൽ മുന്നിൽ 280 mm ഡയമീറ്ററിൽ ഡബിൾ പിസ്റ്റൺ കാലിപ്പറോട് കൂടിയ ഡിസ്ക് ബ്രേക്കും പിന്നിൽ 240 mm ഡയമീറ്ററിൽ സിംഗിൾ പിസ്റ്റൺ കാലിപ്പറോട് കൂടിയ ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. ഡുവൽ ചാനൽ ABS ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പറയാം. ഇനി ഹോണിൻ്റെ കാര്യം നോക്കിയാൽ ഇതൊരു സിംഗിൾ ഹോണാണ് കൊടുത്തിരിക്കുന്നത്. ഹോണിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. കുഴപ്പമില്ലാത്തൊരു സൗണ്ട് തന്നെയാണ്. എന്തായാലും ബുള്ളറ്റിൻ്റെ ആ ഒരു ഗാംഭീര്യത്തിന് ചേരുന്നത് ഡുവൽ ഹോൺ ആണെന്ന് തോന്നിപ്പോയി. എഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ BS6-ലേക്ക് മാറിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. 346cc സിംഗിൾ സിലിണ്ടർ 4-സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണിത്. പവറിൻ്റെ കാര്യത്തിൽ അല്പം ഒരു കുറവ് വന്നിട്ടുണ്ട്. 19.1 bhp പവർ 5250 RPM-ലും 28 Nm ടോർക്ക് 4000 RPM-ലാണ് ഈ ഒരു എഞ്ചിൻ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മുൻപത്തെ മോഡലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു എഞ്ചിൻ മാറിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പറയാം. എഞ്ചിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് വേണം പറയാൻ. സിലിണ്ടറിൻ്റെ ആ ഒരു ഫിനിഷിനൊക്കെ തന്നെ ഒരു ക്രോം ഫിനിഷ് എഡ്ജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളിലൊക്കെ ഒരു മാറ്റ് ബ്ലാക്കുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലതുവശത്തായിട്ട് EFI 350 എന്നുള്ള ഒരു ലെറ്ററിങ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. എക്സോസിൻ്റെ ഭാഗത്തായിട്ട് കാറ്റലിറ്റിക് കൺവേർട്ടറും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. സൈഡ് സ്റ്റാൻഡും ഒരു ക്രോം ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബുള്ളറ്റ് 350-ൽ കണ്ടിരുന്നത് പോലെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫിൻ്റെ ആ ഒരു ഫീച്ചർ ഇതിലും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഇടതുവശത്തായി കാണുന്ന ബോക്സുകളൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണാം, ടൂൾ കിറ്റ് കാണാം, ഫ്യൂസുകളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. തൊട്ടടുത്തുള്ള ബാറ്ററി ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ബാറ്ററി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹാമറോണിൻ്റെ ബാറ്ററിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ബാഡ്ജിങ് ഒക്കെ തന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ബോക്സ് കാണാൻ പറ്റും. നല്ല മനോഹരമായ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബുള്ളറ്റിൻ്റെ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കിക്ക് സ്റ്റാർട്ടർ പെഡലിനും ബ്രേക്ക് പെഡലിനും ഒക്കെ തന്നെ ഒരു ക്രോം ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് പെഡൽ നോക്കിയാൽ മനസ്സിലാവും, അതിൽ ഡിസൈനിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്.
നേരത്തെ കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ ഹമ്പൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ വളവൊക്കെ ഇടുമ്പോഴും ഒക്കെ ബ്രേക്ക് പെഡൽ തട്ടുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തവണ അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി എക്സോസിൻ്റെ കാര്യം നോക്കിയാൽ നല്ല കറുപ്പ് നിറത്തിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ആ ഒരു പീസൊക്കെ തന്നെ പിന്നിലേക്ക് വരെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നല്ല കാര്യമായിട്ട് തന്നെ തോന്നി. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തന്നെ തയ്യാറാവാത്ത ഈ ഒരു ക്രൂസർ ബൈക്കിൻ്റെ പിന്നിൽ നിന്നുള്ള കാഴ്ചയും മനോഹരം തന്നെയാണ്. ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ തന്നെ ഹാലോജൻ ബൾബ് തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത്. പിന്നിൽ 18 ഇഞ്ചിൻ്റെ വീലാണ് വന്നിരിക്കുന്നത്. 120/80 ടയർ സൈസ്. സ്പോക്ക് വീൽ വരുന്ന വേരിയൻസിൽ 110/80 ട്യൂബ് വരുന്ന ടൈപ്പ് ടയറുകളാണ് വരുന്നത്. ഇതൊരു സ്റ്റെൽത്ത് ബ്ലാക്ക് വേരിയൻ്റ് ആയതുകൊണ്ട് വീലുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു റെഡ് കളറൊക്കെ തന്നെ വണ്ടിക്ക് പ്രത്യേക സൗന്ദര്യം കൊടുക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാരി ഗാർഡും ഈ വണ്ടിയിൽ കാണാൻ പറ്റി. നല്ല രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ പിന്നിലിരിക്കുന്ന യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തന്നെ ആ ഒരു സാരി ഗാർഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി പിന്നിലെ സസ്പെൻഷൻ്റെ കാര്യം നോക്കിയാൽ പ്രീലോഡ് 5 സ്റ്റെപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്വിൻ ഗ്യാസ് ചാർജ്ഡ് ഷോക്ക് അബ്സോർബേഴ്സാണ്. അത്ര മോശമല്ലാത്തൊരു സസ്പെൻഷനാണെന്ന് തന്നെ പറയാം. പിന്നിലെ ബ്രേക്കിൻ്റെ കാര്യം മുന്നേ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഡുവൽ ചാനൽ ABS ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. സീറ്റുകളുടെ കാര്യം നോക്കിയാൽ റൈഡർ സീറ്റ് നല്ല വീതി ഏറിയതാണ്. പഴയ ആ ഒരു രീതിയിൽ തന്നെയാണ്. അത്ര സോഫ്റ്റ് ഒന്നുമല്ല. എത്ര വണ്ണമുള്ള ഒരാളായാൽ പോലും നല്ല രീതിയിൽ തന്നെ ആ ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. പില്ലിയൺ സീറ്റിൽ വളരെ കുറച്ച് സമയത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നല്ലാതെ ലോങ് റൈഡിലൊന്നും പില്ലിനെ വെച്ചുകൊണ്ട് പറ്റില്ല. നമുക്ക് ലഗേജുകളൊക്കെ ആ ഒരു സീറ്റിൽ ഹോൾഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. 800 mm ആണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അത്ര കൂടിയൊരു സീറ്റ് ഹൈറ്റ് ഒന്നുമല്ല. എന്നിരുന്നാലും റൈഡർ സീറ്റിന് വീതി കൂടുതലുള്ളതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞ ആളുകളൊക്കെ ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രാബ് റെയിൽസിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. അത്ര യൂസ്ഫുൾ അല്ലാത്തൊരു ഗ്രാബ് റെയിലാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഫ്യൂവൽ ടാങ്കിൻ്റെ ആ ഒരു ഡിസൈനും ഈ ഒരു കളറും റെഡ് ലൈൻസും ഒക്കെ തന്നെ ഒരു പ്രീമിയം ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ടാങ്കിൻ്റെ കപ്പാസിറ്റിയിൽ മാറ്റമൊന്നും തന്നെ വരുത്തിയിട്ടില്ല. 13.5 ലിറ്ററാണ് ഈ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും നിരാശപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും അതിന് കൊണ്ടുവന്നിട്ടില്ല. വലിയ ആ ഒരു ഡയലിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനലോഗ് ആയിട്ടുള്ള ഒരു സ്പീഡോമീറ്റർ കാണാം, ഓഡോമീറ്ററും കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി വാണിംഗ് ലാമ്പുകളുടെ കാര്യം നോക്കിയാൽ ന്യൂട്രൽ പൊസിഷൻ്റെ ആ ഒരു വാണിംഗ് ലാമ്പ് കാണാം. അതേപോലെ ഹൈബീമിൻ്റെ ഇൻഡിക്കേഷനും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആ ഒരു ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡയലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ABSൻ്റെ ആ ഒരു വാണിംഗ് ലാമ്പ് കാണാം, എഞ്ചിൻ മാൾ ഫംഗ്ഷൻ്റെ ആ ഒരു വാണിംഗ് ലൈറ്റ് കാണാം, അതേപോലെ ലോ ഫ്യൂവലിൻ്റെ ഒരു വാണിംഗ് ലൈറ്റും കാണാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത്രയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹാൻഡിൽ ബാർ ലോക്ക് ചെയ്യുന്ന ആ ഒരു പൊസിഷനും താഴെ ഭാഗത്തായിട്ട് പഴയ ആ ഒരു ഇതിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലും ഇത്തവണ മാറ്റങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു കളർ വേരിയൻറ്റിൽ ഹാൻഡിൽ ബാറും സൈഡ് വ്യൂ മിറേഴ്സും എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് തന്നെ പറയാം. ഹാൻഡിൽ വന്നിരിക്കുന്ന ഗ്രിപ്പൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഹാൻഡിൽ 2 സൈഡിലും വെയിറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇടതുവശത്തെ സ്വിച്ച് കൺട്രോളുകൾ നോക്കിക്കഴിഞ്ഞാൽ പാസ് സ്വിച്ച് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ബീം ലോ ബീമിൻ്റെ സ്വിച്ച് കാണാം, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് കാണാം, ഹോണിൻ്റെ സ്വിച്ച് കാണാം. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ക്വിൽ സ്വിച്ച് കാണാം, താഴെയായിട്ട് സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കാണാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഐഡിലിങ്ങിലുള്ള സൗണ്ട് എത്തരത്തിലാണെന്നൊന്ന് കേൾക്കാമല്ലോ. ഐഡിലിങ്ങിലായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലുള്ള വൈബ്രേഷനാണ് സൈഡ് വ്യൂ മിറേഴ്സിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നത്. വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആദ്യം തന്നെ ഫീൽ ചെയ്യുന്നത് പുതിയ എൻജിൻ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. എക്സോസ്റ്റ് നോഡിലും ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. സൗണ്ട് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയ എടുത്തു പറയേണ്ട ഒരു കാര്യം ക്ലച്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഫീലാണ്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ക്ലച്ചും ലൈറ്റർ ആയതുകൊണ്ട് ട്രാഫിക്കിലും കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാതെ ഓടിച്ചു പോകാൻ പറ്റുന്നതാണ്. വണ്ടിയുടെ വെയിറ്റിൻ്റെ കാര്യം നോക്കിയാൽ 195 കിലോഗ്രാമാണ് ഈ ഒരു വണ്ടിയുടെ കേബ് വെയിറ്റ് വരുന്നത്. വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വെയിറ്റ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലെങ്കിലും നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത്, പിന്നോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് വെയിറ്റ് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ പ്രത്യേകതയായ ആസ്വാദികരമായ ടോർക്ക് ഈ വണ്ടിയിൽ നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. 5 ഗിയറുകളിലും ടോർക്കിന് കുറവൊന്നും തന്നെ തോന്നിയില്ല. എൻജിൻ സ്മൂത്ത് ആയിട്ടുണ്ടെങ്കിലും ഹാൻഡിൽ ബാർ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ എത്തുന്നുണ്ട്. 4th ഗിയറിൽ ഒരു 60 കിലോമീറ്റർ സ്പീഡിലും 5th ഗിയറിൽ ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ എത്തുമ്പോഴേക്കും ഹാൻഡിൽ ബാറിൽ നല്ല രീതിയിലും ഫൂട്രസിൽ ചെറിയ രീതിയിലും വൈബ്രേഷൻ അനുഭവപ്പെട്ടിരുന്നു. ഈ വണ്ടിയിൽ നിന്ന് ഒരുപാട് സ്പീഡിൽ പോകാനുള്ള വണ്ടിയല്ല, വളരെ ശാന്തമായി ഒരുപാട് കെയർ ചെയ്ത് വേണം കൊണ്ടു നടക്കാൻ. 50-60 കിലോമീറ്റർ സ്പീഡൊക്കെയാണ് ആസ്വദിച്ച് പോകാൻ പറ്റുന്നതായി തോന്നിയത്. നമ്മൾ കുറച്ച് മാസം മുമ്പേ ബുള്ളറ്റ് 350 PS6ൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേരുടെ അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങളെല്ലാം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്ത് നേരിടാൻ തയ്യാറായിരിക്കണമെന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
എന്നിരുന്നാലും യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെയും വണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുമുണ്ട് കേട്ടോ. റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്ററുകളുടെ പ്രവർത്തന രീതിയും ശൈലിയുമെല്ലാം മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. കംപ്ലൈൻറ്റുകളൊന്നും വരാൻ സാധ്യതയില്ലാത്ത, വൈബ്രേഷൻ തീരെ ഒഴിവാക്കിക്കൊണ്ടുള്ള എഞ്ചിനാണ് പുതിയ റോയൽ എൻഫീൽഡ് മിറ്റിയോർ 350ൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പല റിവ്യൂകളിലും കണ്ടിരുന്നു. ആ വണ്ടി ഉപയോഗിച്ച് നോക്കാൻ കിട്ടിയിരുന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ സ്വാഗതാർഹമാണ്. ഈ വണ്ടിയിൽ മറ്റൊരു നല്ല മാറ്റമായി തോന്നിയത് ബ്രേക്സിൻ്റെ കാര്യമാണ്. പ്രത്യേകിച്ച് റിയർ ബ്രേക്ക് നല്ല റെസ്പോൺസീവാണ്. ഡുവൽ ചാനൽ ABS വരുന്നതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ബ്രേക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇനി മൈലേജിൻ്റെ കാര്യം നോക്കിയാൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ 35-40 km/ലിറ്റർ എന്നുള്ള മൈലേജ് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. സർവീസ് ഷെഡ്യൂളിൻ്റെ കാര്യം നോക്കിയാൽ ഫസ്റ്റ് സർവീസ് 500 മുതൽ 750 കിലോമീറ്ററിലും പിന്നീട് 5000 കിലോമീറ്ററിലും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴുമാണ് ചെയ്യേണ്ടത്. BS4 മോഡൽ വരെ 3000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 മാസമായിരുന്നു സർവീസ് വന്നിരുന്നത്. അതും നല്ലൊരു മാറ്റമാണെന്ന് പറയാം. ഡുവൽ ചാനൽ ABSോടുകൂടി 11 കളർ ഓപ്ഷൻസാണ് വരുന്നത്. ഇതിൽ 4 കളേഴ്സിൽ അലോയ് വീലും മറ്റ് 7 കളേഴ്സിൽ സ്പോക്ക് വീലുമാണ് വരുന്നത്. സിംഗിൾ ചാനൽ ABS ഓപ്ഷനിൽ 5 കളേഴ്സാണ് വരുന്നത്. കളർ ഓപ്ഷൻസിൻ്റെ ആ ഒരു ലിസ്റ്റ് ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെയിൽത്ത് ബ്ലാക്കിൻ്റെ പത്തനംതിട്ടയിലെ ഓൺ റോഡ് പ്രൈസ് 2,21,000 രൂപയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ സേഫ് ആൻഡ് ഡ്രൈവ് സേഫ്. ലവ് ഫ്രം ടിബിൻ. ബൈ.